എല്ലാവർക്കും ഈദിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ രാത്രിയൊക്കെ ഭയങ്കര പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ ഇന്നലെ. കാരണം ആ ക്രസൻറ്റ് മൂൺ കാണുന്ന ആ ഒരു സമയത്ത് തന്നെ പടക്കം പൊട്ടിക്കും. അപ്പോൾ ഇവിടെയൊക്കെ മസ്ജിദുകൾ അടുത്തടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബാങ്ക് വിളികളും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നലെ രാത്രി വഴിനീളെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളാണ് ഇങ്ങനെ നടക്കുന്നതും ആഘോഷങ്ങളും എല്ലാം. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ നല്ല ആഘോഷം തന്നെയാണ് കേട്ടോ. രാത്രിയൊക്കെ ഒരുപാട് വീടുകളിലും വഴികളിലും ഒക്കെയാണ് പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ അവരുടെ നോൻപെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഈദ് എല്ലാവരും ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ ഈ ഒരു പാചകം കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ് പാചകം ചെയ്തത് കേട്ടോ. കാരണം മാർച്ച് 19-ാം തീയതിയാണ് സെയിൻറ്റ് ജോസഫ് ഡേ ആണ്. ചാപ്പലുകളിലും പള്ളികളിലും എല്ലാം നേരത്തെ സദ്യ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടും പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അധികം ഫുഡൊന്നും ഇവിടെ വെക്കേണ്ടി വന്നില്ല. പക്ഷേ റൂബിക്ക് ചിക്കൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്ത്. റൂബിയുടെ ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നില്ല, തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ വില കേട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇത്രയും രൂപ 2 ചിക്കന്. ഇത്തിരി വലിയ ചിക്കനും ആയിരുന്നു കേട്ടോ. എങ്കിലും വില ഭയങ്കരമായിട്ട് കൂടി നിൽക്കണം. ഒന്നാമത് നമ്മളുടെ ഈ പെരുന്നാളുകൾ ഒക്കെ അതിനോട് ബന്ധിപ്പിച്ച് വില എന്തായാലും ഇവർ കൂട്ടും. അപ്പോൾ അങ്ങനെ വില നല്ല കൂടുതലാണ്. 1000 രൂപക്ക് 7 രൂപയുടെ കുറവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജോലികളിലേക്ക് കിടന്ന് പപ്പ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് പോകും. ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ റൈനും വീട്ടിലുണ്ട്, ഞങ്ങൾക്കുള്ള ഫുഡുമുണ്ട്. അപ്പോൾ അത്യാവശ്യം കറിയും ചോറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം ക്ലീനിങ്ങിലൊക്കെയാണ് കടന്നത് കേട്ടോ. പിന്നെ ഇതും എന്ത് പെരുന്നാളുകൾ മുസ്ലിംസിൻ്റെ വന്നു കഴിഞ്ഞാലും ഇല്ലേ, എനിക്ക് ഭയങ്കര മിസ്സിങ് തോന്നുന്നൊരു കാര്യമുണ്ട്. വിവാഹത്തിന് മുൻപ് ഞങ്ങളുടെ വീട്ടിൽ, അതായത് തൊട്ടടുത്ത് ഉള്ള എല്ലാവരും കച്ചിക്കാരാണ്. അവരങ്ങനെ ഞങ്ങൾ പറയണത് എന്താണ് എന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ സംസാരിക്കുന്ന ഭാഷയും വേറേതാണ്, നമ്മൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആളുകളാണ് ഞങ്ങളുടെ പരിസരത്ത് മൊത്തമുള്ളത്. ഞങ്ങൾ ഒരു കമേഴ്ഷ്യൽ ഏരിയയിലാണ് താമസിക്കുന്നത്. അവരും ഒക്കെ കച്ചവടക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവരുടെ വീടും ഒക്കെ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ പുറകിലായിട്ടൊക്കെ കുറേ വീടുകളുള്ളത് ഇങ്ങനെ ഈ കച്ചിക്കാരുടെ. അപ്പോൾ ഈ ഒരു പെരുന്നാളിൽ വരുമ്പോൾ അവർ ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നൊരു ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് പത്തിരിയും മട്ടൻ കറിയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനത് അവരുടെ അടുത്ത് ചോദിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കണം. അന്നേ ഞാനിങ്ങനെ ചോദിക്കും, എങ്ങനെ ഉണ്ടാക്കണത്, അത്രയും നല്ല ടേസ്റ്റാണല്ലോ, അത്രയും നല്ല ഗ്രേവിയാണല്ലോ ഈ മട്ടൻ കറിക്ക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒരു ദിവസം അവരെന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു. അപ്പോൾ അവർ ഈ മട്ടൻ കറിയിൽ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഈ ചെറിയ ഉള്ളി എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. എന്നിട്ടാണ് അതിനെ വളരെ ക്ഷമയോടുകൂടി വഴറ്റിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കറി നമ്മളുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആദ്യ കാലഘട്ടത്തിൽ ഇട്ടതാണ്. 7 വർഷം മുൻപുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ചാനലിൻ്റെ ആ സമയത്ത് ഈ ഒരു കറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചത് വഴറ്റി നിൽക്കുക എന്നുള്ളത് ഒരു ക്ഷമ കിട്ടാത്തൊരു സംഭവമാണ്. കാരണം ഈ അരച്ച ഉള്ളി വഴറ്റുമ്പോഴത്തേക്കും നല്ല ക്ഷമയോടുകൂടി തന്നെ വഴറ്റണം. അത് വഴറ്റി വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. എനിക്കതിനൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ ചെയ്യാറില്ല. എങ്കിലും നമ്മുടെ ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 3 ഫാമിലി, മുട്ടി 3 ഫാമിലി ഉണ്ട്. 3 പേരും ബിസിനസ്സുകാരാണ്. അതുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. ബാക്കി എല്ലാം കടകളാണ് അവിടെ. അപ്പോൾ ഈ 3 ഫാമിലി എന്ന് പറയുമ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 ജാതിക്കാരാണ്. പക്ഷേ 3 പേരും ഓരോരുത്തരുടെ പെരുന്നാളുകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫുഡ് കൈമാറുക, അത് ഇന്നും മുടങ്ങാതെ ഞങ്ങളുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതും 3 ജാതികളും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷുകൾ ഓരോ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ അങ്ങനെ കൈമാറുക, ഹിന്ദുക്കളുടേതായ ഡിഷുകൾ അവർ ഓണത്തിനും വിഷുവിനും കൈമാറുക, മുസ്ലിംസിൻ്റെ ഈദ് അങ്ങനെയുള്ള പെരുന്നാളുകൾ വരുമ്പോഴത്തേക്ക് അത് കൈമാറുക, അതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാനില്ലേ ഇന്നിപ്പോൾ
ഇപ്പോൾ റൂബിക്ക് ഇത്തിരി ചിക്കൻ വേവിച്ചിട്ട് ബാക്കി ചിക്കൻ എല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അപ്പം നമുക്ക് പണി കുറവല്ലേ. അപ്പം ഞാൻ വിചാരിച്ചേ റയന് 2 ഇത് മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കുക. റയൻ ഇന്നലെ ജ്യൂസ് കുടിച്ചില്ലല്ലോ, റയന് ഇഷ്ടമല്ല ജ്യൂസ്. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എനിക്ക് മാങ്ങയൊന്നും വേണ്ട, ഇപ്പോൾ ചോറിനുള്ള നേരം ഈ ചോറ് തിന്നാൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് പപ്പ പോയിട്ടാ. പപ്പ പിന്നെ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പപ്പ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇന്നിപ്പോൾ ഏതായാലും ഇത്തിരി തേങ്ങ ഇരണ്ടി വെക്കണം, ഇന്നലെ തൊണ്ട് തേങ്ങ തീർന്നിട്ടുണ്ട്. അപ്പോൾ റയൻ പറഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേഗം തേങ്ങ പൊതിച്ച് പൊട്ടിച്ച്. അപ്പോൾ കൂടുതൽ തേങ്ങ പൊതിച്ചിടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂടുതൽ തേങ്ങ പൊതിച്ചിട്ടാൽ ഇവിടെ ഭയങ്കര ചൂടാണ്, ആ പുറത്ത് കിടന്നിട്ട് അത് പൊട്ടും. വീടിൻ്റെ അകത്തായാലും ആ തേങ്ങയുടെ ആ ഷെല്ല് പൊട്ടാൻ തുടങ്ങും, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വിണ്ടു പോകും. അപ്പോൾ പിന്നെ നമ്മൾ ചിരണ്ടി വെക്കണം, അല്ലെങ്കിൽ അത് കേടായി പോകും. അതുകൊണ്ട് വേണ്ട, 4 എണ്ണം മാത്രം പൊട്ടിക്കാൻ പറഞ്ഞ് 4 എണ്ണം പൊട്ടിച്ച് അവൻ ചിരണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് ചിരണ്ടേണ്. ആ സമയത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ട് 3 ലൈറ്റ് വന്നു കേട്ടോ. അപ്പോൾ പപ്പ പോയി വന്നു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ 8 ലൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ പിടിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് റയൻ തേങ്ങ ഇരണ്ടണേല്ലേ, അപ്പോൾ ഈ ഒരു മിഷ്യൻ ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തേങ്ങ പൊതിക്കാനും പൊട്ടിക്കാനും പോയത്. അപ്പം ഞാൻ വിചാരിച്ചത് തേങ്ങ പൊട്ടിച്ച് വെച്ചോ, ഞാൻ പിന്നീട് ചിരണ്ടിക്കോളാം, ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ചിരണ്ടിക്കോളാം. പക്ഷേ അവൻ പറഞ്ഞ് മമ്മി അത് അവിടെ ഇരുന്നിട്ട് തയ്ക്കും, ഞാൻ ചിരണ്ടി തരാം. ഭയങ്കര ചൂടുവാണേ അവിടെയൊക്കെ ഇരുന്ന് ചിരണ്ടും പോകുന്ന, അത് ഉച്ച സമയമല്ലേ. ആ ഷീറ്റെല്ലാം ഇങ്ങനെ നല്ല ചൂടായിട്ട് തിളച്ച് കിടക്കും. ആ ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ചിരണ്ടിക്കോളാം മമ്മി അത് തയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെടുത്ത് തയ്ക്കണേണ്. ഇതെന്താ തയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബെഡ്ഷീറ്റും, അതായത് സിംഗിൾ ബെഡ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന്, സിംഗിൾ ബെഡ് അതിൻ്റെ ആ ഒരു തുണി കീറിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനൊരു കവർ തയ്ച്ചിട്ടുണ്ട്. മേടിക്കാനായിട്ടുള്ള കവർ കിട്ടും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ പൊടിഞ്ഞു പോകും ആ ഒരു സാധനം. അതുകൊണ്ടാണ് ഞാനത് മേടിക്കാത്തത് കേട്ടോ. പിന്നെ തുണിയുടെ കവറും ഉണ്ടാകാം, എങ്കിലും ഇത് നമ്മളുടെ കയ്യിൽ ഉള്ള തുണി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചിടാൻ പറ്റുന്ന ഒരു ഇത്, അതുമല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. അപ്പം ഞാൻ ഇവിടെയുള്ള ബെഡുകൾക്കെല്ലാം ഇതുപോലെ കവർ തയ്ച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏടില്ലാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഊരി ആ കവർ കഴുകുകയും ചെയ്യാം ഇടക്ക്. അപ്പോൾ ഇത് സിംഗിൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഞാൻ സിംഗിൾ കോട്ടിൻ്റെ പഴയ 2 ബെഡ്ഷീറ്റ് എടുത്ത്, എന്നിട്ട് അത് അളന്നെടുത്തിട്ട് ആവശ്യമില്ലാത്തൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ 3 സൈഡും അങ്ങോട്ട് കൂട്ടി അടിക്കുകയും ചെയ്യണത്. സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. അളവെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ അളവെടുത്തിട്ട് ഈ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുക, പിന്നെ താഴേക്ക് എടുക്കരുത്. ഒരു വശത്തു നിന്ന് മാത്രം ഇതുപോലെ ബെഡിൻ്റെ ആ ഒരു പൊക്കം എടുക്കുക, ഒരു സൈഡിലെ മാത്രം, എന്നിട്ട് അറ്റത്ത് കൊണ്ടുപോയി നിർത്തുക. അതിൻ്റെ ഡബിളായിട്ട് എടുത്തിട്ട് 1 ഇഞ്ച് വല്ലതും തയ്യൽ തുമ്പോ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് തയ്ക്കുക. നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ റയൻ അവിടെ തേങ്ങ ചിരണ്ടി ഏകദേശം തീർന്നു കഴിഞ്ഞു. ഞാൻ തയ്ച്ച് എഴുന്നേറ്റപ്പോൾ കേട്ടോ. റയൻ പെട്ടെന്ന് തന്നെയൊക്കെ ചിരണ്ടി എടുത്തിട്ട്, ചെറിയ തേങ്ങ ആയിരുന്നു, അതുകൊണ്ട് വേഗം അവൻ ചിരണ്ടി തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇടാൻ പറ്റും. അപ്പോൾ റയൻ അവിടെ തേങ്ങ ചിരണ്ടണല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് ഓടേണ്ടി വന്നു. അല്ലെങ്കിൽ 2 സൈഡിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്റ്റായിട്ടത് ഇടാൻ പറ്റും. കാരണം കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് കിടക്കും. ആദ്യമൊക്കെ ഞാൻ തയ്ച്ചത് ഇത്തിരി ലൂസായി പോയിട്ടുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴൊന്നും അല്ല, ഒരു 2-3-4 കൊല്ലം മുൻപൊക്കെ ഞാൻ തയ്ച്ചത്. അതൊക്കെ ഇത്തിരി ലൂസുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിച്ച് അവിടെ പിടിക്കാതെ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ നമുക്ക് കെട്ട് വെക്കണമെങ്കിൽ വെക്കാട്ടോ. കാരണം അത് കെട്ട് വെക്കണമെങ്കിൽ നമുക്കൊന്ന് അഴിച്ചിട്ട് വേഗം വാഷ് ചെയ്യാനും എടുക്കാം. കെട്ട് സാവധാനം വെക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ കിടന്നോളും, അനങ്ങാതെ കിടന്നോളും, ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് നമ്മളൊന്ന് വലിച്ചിട്ടാൽ മതി. അപ്പോൾ ഇതേ ഇവിടെ സ്റ്റിച്ചുണ്ട്, സ്റ്റിച്ചൊന്നും കാണുന്നില്ല, കാരണം ഒരേ തുണി തന്നെ വെച്ചേക്കുന്നതുകൊണ്ട് സ്റ്റിച്ച് കാണുന്നില്ല. ഇവിടെ സ്റ്റിച്ച് പിടിക്കാതെ പോയതാണ് കേട്ടോ. സ്റ്റിച്ച് ഇനി അത് അഴിച്ചെടുത്തിട്ട് തയ്ക്കാൻ എനിക്ക് തോന്നണില്ല, അതങ്ങനെ കിടക്കട്ടെ. ഇനി കൂടുതൽ ഇതങ്ങോട്ട് വിടർന്ന് പോയാലും നമുക്ക് കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ അഴിച്ചെടുക്കില്ല, അത്രയും ബുദ്ധിമുട്ടി അത് വലിച്ച് കയറ്റിയത്. അങ്ങനെ നമ്മുടെ ഷീറ്റൊക്കെ വിരിച്ച്, ഇവിടെ ആരും കിടക്കണമൊന്നുമില്ല, എങ്കിലും അങ്ങനെ വിരിച്ചിട്ടതാണ്. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. കുറേ ജോലികൾ കിടക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ഈ ചൂട് കൊണ്ട് എനിക്ക് മടിയും തോന്നുന്നുണ്ട്, കാരണം വൈകുന്നേരത്തെ പാചകമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്യാതെ നിവർത്തിയില്ല. ഉച്ചയ്ക്ക് ഞാൻ റയൻ ഇവിടെ ഉണ്ടായിരുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പോയത്. രാത്രിത്തേക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അതേ കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റയൻ അതെല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഞാനത് പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച്, അത് കഴിഞ്ഞിട്ട് ദേ ആ മാങ്ങ 1-2 എടുത്ത് ചെത്തി റയന് കൊടുക്കുകയാണ്. പിന്നെ 2 മാങ്ങ എടുത്തിട്ട് ജ്യൂസും കൂടി ഇടിച്ച് എനിക്കും പപ്പക്കും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചായ ഒഴിവാക്കി.
റയൻ്റെ ഷർട്ടിൻ്റെ ബനിയൻ്റെ അതേ കളർ. അപ്പോൾ തയ്യൽ മെഷീൻ ഞാൻ അവിടെ തന്നെ വെച്ചേക്കണത്. ഇനിയും 1-2 ഒന്ന് തയ്ക്കാനുണ്ട്, പക്ഷേ നേരം കിട്ടിയില്ല തയ്ക്കാനായിട്ടെങ്കിലും മെഷീൻ അവിടെ തന്നെ ഇരിക്കട്ടെ, തയ്ച്ചിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പാലില്ല. പാലുണ്ടെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിപ്പോൾ വെള്ളത്തിൽ തന്നെ അടിച്ച് എങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു ജ്യൂസ് ചിലത് അരയാതെ കിടക്കുന്നുണ്ട്, അതും വിട്ട് കളഞ്ഞ് പിന്നെ അരച്ചില്ല. അത് ഈ ജ്യൂസർ തന്നെ എടുക്കണം, എന്നാലാണ് ജ്യൂസിൻ്റെ ജാർ എടുക്കണം, അത് അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എനിക്ക് അത് മടിയായിട്ട് എടുത്തില്ല കേട്ടോ. അത് എടുക്കാതെ അവിടെ മാറ്റി വെച്ചേക്കണോണ്ടേ അത് വൃത്തിക്ക് കഴുകിയെടുക്കണം. ആ ഒരു മടി കൊണ്ട് എടുക്കാത്തത് കേട്ടോ. അങ്ങനെ ഞാൻ മോളിൽ ചെന്ന് പപ്പ എന്നെ പപ്പ വിളിച്ച് കഴിഞ്ഞപ്പോൾ പപ്പ വന്നു കഴിഞ്ഞ് ലൈറ്റ് പിടിപ്പിക്കാൻ പോയി കയറിയതാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവിടെ വെക്കും എന്ന് വെച്ചാൽ ഏത് പൊസിഷനിൽ വെക്കണം. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തു ഏതാണ് ഭംഗി എന്നുള്ളത്. നമ്മൾ കാണുന്ന ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ നോക്കുമ്പോഴേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ നേരെ താഴേക്ക് പോകുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ പണികളൊന്നും നടക്കില്ല, ഞാനാകെ ടയേർഡാകും, പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പണിയാണ് അപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കണേന്, ഇന്നിപ്പോൾ ഇവിടെ കഴിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ പറ്റിയ കറികളൊന്നുമില്ല. ഇത് ക്യാരറ്റ് തോരനും പയറുകറിയും ഫ്രിഡ്ജിരിക്കുന്നുണ്ട്. ഇനി അത് കഴിക്കാനുള്ള ഒരു മനസ്സില്ല. എന്തായാലും എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോകുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പപ്പനെ ഹെൽപ്പർ വേണോടാ, പപ്പനെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ നിൽക്കണം. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും പപ്പയുടെ ഹെൽപ്പറായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. റയനും താല്പര്യമില്ല. ഗതി കെട്ടാൽ റയൻ നിൽക്കും, പക്ഷേ മാക്സിമം ഒഴിവാകാൻ നോക്കും. കാരണം ഹെൽപ്പറിൻ്റെ പരിപ്പെടുക്കുക എന്നുള്ളത് പപ്പയുടെ ഒരു സ്വഭാവ രീതിയാണ്. അതുകൊണ്ട് നമ്മളാരും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാറില്ല, അതാണ് കാര്യം. പണ്ടൊക്കെ നമ്മളുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ആ ഒരു പേടി ഓർത്തിട്ടാണ് നമ്മളിപ്പോൾ പോകാത്തത്. അപ്പോൾ ഇല്ലേ ഞാൻ ഈ ഇത് പനീറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിനകത്തേക്ക് കസൂരി മേത്തി, തൈര്, ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മുളക് പൊടിയുടെ കണക്കിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തുകൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ആ ഒരു ക്യാപ്സിക്കവും തക്കാളിയും സവാള, ആ 3 സാധനങ്ങൾ അരിഞ്ഞെടുക്കും. എൻ്റെ കയ്യിൽ തക്കാളി ഇല്ല, കുഴപ്പമില്ല, ഉള്ളതിടാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ട്, ക്യാപ്സിക്കമാണ് മെയിൻ. ക്യാപ്സിക്കം ഇട്ടാൽ മതി, തക്കാളിയിലെ പോലും ആ ഒരു കുഴപ്പമൊന്നും തോന്നില്ല. ക്യാപ്സിക്കം മെയിനായിട്ട് അതിൻ്റെ ആ ഒരു രുചി വേണം. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം നല്ല കുറച്ച് കൂടുതൽ ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ സംഭവം കേട്ടോ. ഭയങ്കര ഒരു ഫ്ലേവറുള്ള ഒരു സാധനം ഇത്. നോർത്ത് ഇന്ത്യൻ രുചി കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ചെറുനാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ ചാട്ട് മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ചാട്ട് മസാല കുറേ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം ഡേറ്റ് കഴിഞ്ഞ് ഞാനെടുത്ത് കളഞ്ഞ് പിന്നെ മേടിച്ചതുമില്ല. പിന്നെ ഞാനൊരിത്തിരി വെളുത്തുള്ളി അരിഞ്ഞിട്ട് അതിനകത്ത് കടായിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരി ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, അത് കരിഞ്ഞൊന്നും പോകണ്ട, മിക്സ് ചെയ്തെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അതിന് വിട്ടുപോകും, എല്ലാം ആ മസാലയെല്ലാം വിട്ടുപോകും. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ക്യാപ്സിക്കം സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഉപ്പ് ഇനി നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം ഈ പച്ചക്കറികൾക്ക് ഉപ്പ് വേണമല്ലോ. അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇടണ്ട. പിന്നെ റയന് ഇത്തിരി എരിവുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കണം, അപ്പോൾ അതിന് എരിവില്ല. പിന്നെ കുരുമുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി പിസ്സ സോസിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഏതായാലും ഒരു പിസ്സ ഉണ്ടാക്കാൻ തികയില്ല, എന്നാൽ പിന്നെ അതിലേക്കിട്ട് പിന്നെ നമ്മൾ തക്കാളി ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് തക്കാളിയുടെ സോസ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ സംഭവം. അപ്പോൾ ചപ്പാത്തി മാവ് ഏതായാലും കുഴച്ചായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നാൽ മതി. ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞാൽ തീർന്ന്. എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സംഭവമാണ് ഇത്. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ഫുഡുകളൊന്നും എനിക്ക് ഒരു തൃപ്തിയില്ലാതെ ഞാൻ കഴിക്കണത്. എനിക്ക് ഈ ചെറുപയർ ഉലത്തിയത് അതൊക്കെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാനിന്ന് ചോറ് വെക്കാതെ
ഡിന്നറിന് ഇതാക്കിയ കാര്യം തന്നെ. ഇത് രാവിലെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണമെന്നാണ് എപ്പോഴും ഇഷ്ടം എങ്കിൽ തന്നെയും റയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂലല്ലോ. അപ്പോൾ പിന്നെ റയൻ ആ സമയത്ത് ഇത് കഴിക്കൂല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് എല്ലാവർക്കും ഡിന്നറായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രാത്രി ഉണ്ടാക്കുന്നത്. രാത്രി എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 6 മണിയൊന്നും ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെയാണ് ഉണ്ടാക്കി വെക്കണത് കേട്ടോ. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് ഇനി നടക്കാൻ പോകണം, പ്രാർത്ഥന ചൊല്ലണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ തുണി മടക്കാനിട്ടിട്ടുണ്ട്, അതെല്ലാം മടക്കണം. അങ്ങനെ കുറേ പണികളാണ് കിടക്കുന്നത്. ഒന്നാമത് നമുക്ക് ചൂടായതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റയനെ ഞാൻ വിളിച്ചില്ല. റയന് തേങ്ങയൊക്കെ ചിരണ്ടി തന്നതല്ലേ, അത് തന്നെ ഒരു വലിയൊരു പണിയായിരുന്നു എനിക്ക് ഒഴിഞ്ഞു കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനൊന്നും വിളിച്ചില്ല. അവന് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. വെറുതെ അവൻ കുളിച്ചിട്ട് നിൽക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൻ വേർത്ത് കുളിക്കും, അതിന് നല്ലത് അവൻ അവിടെ ഇരുന്നോട്ടെ. അതൊന്നും അവന് വിഷയമല്ല കേട്ടോ, വേർത്ത് കുളിക്കണം, അതൊന്നും അവന് വിഷയമല്ല. പക്ഷേ എങ്കിലും എനിക്കത് എന്തോ ഒരു വിഷമമാണ്. അതുകൊണ്ട് ഞാൻ അറിയിച്ചില്ല, ഞാനിത് ഉണ്ടാക്കണതേ പറഞ്ഞില്ല. അങ്ങനെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വായിലൊക്കെ വെച്ച് കൊടുത്ത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ ഞാൻ 2-3 ചപ്പാത്തി മാത്രം ഒന്ന് മാറ്റി വെച്ച്, ഈ ഫില്ലിങ് ചെയ്യാതെ. ഫില്ലിങ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇടാം. കാരണം നമ്മുടെ പപ്പക്ക് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ചെറുപയറിൻ്റെ കറി ഉണ്ട് ഫ്രിഡ്ജിൽ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ കറിയും കൂട്ടി കൊടുത്തിട്ട് ആ ചപ്പാത്തി പ്ലെയിനായിട്ട് വെച്ചേക്കണ ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ 2-3 മാറ്റി വെച്ച്. എങ്കിൽ തന്നെയും പപ്പ ഇത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. പാപ്പക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ കാലത്ത് കുറച്ച് കടല, 1/2 കിലോ കടല വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ കടല ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഈ കടല ഇരുന്നിട്ട് കേടാകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ കടലയും കൂടി 1/2 കിലോ അങ്ങനെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് വേവിച്ച് വെക്കണം. വെച്ചിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ മൊത്തത്തിൽ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കേട് വരില്ലല്ലോ, ഫ്രിഡ്ജിലിരുന്നോളും. അങ്ങനെ അതൊന്ന് കഴുകി അരിച്ചൊക്കെ എടുത്തിട്ട്, കഴുകലെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കണേന് കേട്ടോ. അങ്ങനെ കഴുകി അരിച്ചെടുത്ത് അത് വേഗം കുക്കറിലേക്ക് ഇട്ട് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട്, സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോവും. വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് അതും വേവിച്ച്. അപ്പോൾ ഈ കടല വേവിച്ചതും രാത്രി പപ്പ കഴിച്ച്, ഞാനും കഴിച്ച്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് വെറുതെ കടല വേവിച്ചത് കഴിക്കണത് ഇഷ്ടമാണ്. സവാളയൊക്കെ ഇട്ടാൽ പച്ചമുളക് ഇട്ടാൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷെ അതൊന്നും ഇട്ടില്ലെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കടലയും വേവിക്കാൻ വെച്ച്. അപ്പോഴത്തേക്കും പപ്പ എന്നെ വിളിച്ച്, ഇതേ മുകളിൽ ലൈറ്റ് സെറ്റാക്കിയിട്ടുണ്ട്, വന്ന് നോക്കെന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം ഞാനവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പപ്പ ഇതൊക്കെ സെറ്റാക്കി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ മുകളിലേക്ക്. അപ്പം ഞാൻ പിന്നീട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കിയത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വുഡിൻ്റെ മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്, വുഡാണത്. വുഡിൻ്റെ ലൈറ്റ് വെച്ചാലാണ് നമുക്ക് നല്ലത്. ഇവിടെ കോസ്റ്റൽ ഏരിയയിൽ ഇരുമ്പിൻ്റെയൊക്കെ മെറ്റൽ ടൈപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുരുമ്പിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം വുഡിൻ്റെയാണ്, എല്ലാ ലൈറ്റിൻ്റെയും ആ ഫിറ്റിങ്സ് എല്ലാം വുഡാണ്. അപ്പോൾ അങ്ങനെ വുഡിൻ്റെ മാത്രം നോക്കിയെടുത്തതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറേ വെറൈറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെ വെറൈറ്റി നോക്കുമ്പോൾ നമുക്കിവിടെ അത് വേഗം തുരുമ്പിച്ച് പോകും. അതുകൊണ്ട് നമ്മളങ്ങനെ വുഡിൻ്റെ മാത്രം അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ താഴെ പോയി തുണികളൊക്കെ മടക്കി വെച്ച്. അപ്പോൾ റയൻ്റെ അലമാരിയിൽ കുറേ തുണികളിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട്. റയൻ അത് അവിടെ ഇരുന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് നടക്കാനൊന്നും പോയില്ല, ആകെ ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്